ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മുരിങ്ങയില വെച്ചിട്ടൊരു കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മുരിങ്ങയില പറിക്കാൻ പോകാൻ വേണ്ടിയിട്ട് യാത്രയിലാണ്. അപ്പോൾ നമുക്ക് ഒരു മുരിങ്ങയില പറിക്കാം. മുരിങ്ങയില പറിക്കുന്നതിനോടൊപ്പം അന്ന് നമ്മൾ കാന്താരി പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാന്താരി ഉണ്ടായില്ല. അപ്പോൾ അതും കൂടി ഉണ്ടോ നോക്കിയിട്ട് അതും കൂടി പറിച്ചിട്ട് വരാം. പോന്നോളൂ. ഉണ്ടല്ലേ, നല്ല കിളുന്ത ഇലയാണ്. താഴെ ഭാഗത്തുണ്ട് വലിയ മരം, പക്ഷേ അതിൽ നമുക്ക് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല. നമുക്ക് കുറച്ച് മതിയല്ല. ഇത് നല്ല കുഞ്ഞില, കുറച്ച് പറിക്കാട്ടാ. നല്ല ഇലയാണ് ഇത്. കർക്കിടക മാസത്തിലെല്ലാം നല്ല ഇല ഉണ്ടാവും. പക്ഷെ അന്നേരം നമുക്ക് മുരിങ്ങയില കഴിച്ചുകൂടാന്നല്ലേ പറയുന്നത്. അന്നേരം നല്ല ഇല ഉണ്ടാകുന്നു. നമുക്ക് കുറച്ചും മതിയല്ല, അതുകൊണ്ട് കുറച്ച് പറിച്ചിട്ട് പോവാം. ഞാൻ ഇത്രേ പറിച്ചിട്ടു, നമുക്ക് ഇത്ര പോര മതിയാവും. വേറെ ഒന്നുണ്ടല്ലേടാ, അതിൻ്റെ ഇലയെല്ലാം പുതുത്തീനട്ടാ. താഴെ അതിൻ്റെ വലിയ മരമുണ്ട്, കുറച്ചും താഴോട്ട്. മുരിങ്ങ കായൊന്നും പിടിക്കലില്ല, എന്നാലും വലിയ മരമുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിൻ്റെ മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് കറി ഉണ്ടാക്കാം കേട്ടോ. അന്ന് വന്നപ്പോൾ നമുക്ക് കാന്താരി കിട്ടിയിട്ട്, ഇപ്പോൾ ഇതാണ്ട കാന്താരി എല്ലാം പിടിച്ച് എടുക്കുന്നുണ്ടല്ലേ. കുറച്ച് കാന്താരി പറിക്കാം. നമ്മളെ മുരിങ്ങ ചെപ്പിലേക്ക് ആവശ്യമായ കാന്താരി പറിച്ചിട്ടുണ്ട്, കണ്ടല്ലേ, പഴുക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളെ മുരിങ്ങ ഇലയും കാന്താരി എല്ലാം എടുത്തിട്ട് പോകാൻ വീട്ടിലേക്ക്. ഇനി മുരിങ്ങ ഇല കണ്ടില്ലേ, നല്ല ഇലയിലത്. നമുക്ക് എനിക്ക് ഇതിനെല്ലാം ഒന്ന് തിരുമ്പിയെടുക്കാം. തിരുമ്പിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇങ്ങനെ എടുക്കുന്നുണ്ടേ, ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ആക്കി എടുക്കണം. നമുക്ക് ഇതിനെല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇട്ടാ. അങ്ങനെ മുരിങ്ങയില ഉരുമ്പിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഉരുമ്പിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഇങ്ങനെ തൊല്ലിയെടുക്കുന്നത്, അല്ലേ? അങ്ങനെ എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിനെ ചട്ടിയിലാക്കി ഒന്ന് അടുപ്പത്ത് വെക്കാം. നമുക്ക് ചട്ടിയിലേക്ക് ആക്കിയിട്ട് അടുപ്പത്ത് വെക്കാം. മുരിങ്ങയില ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിന് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് സാധനം കാണുന്ന രീതിയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ നല്ല ഉപ്പ് കിട്ടും. ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചേ സാധനം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിന്നെ വേവിച്ചെടുക്കാം. തീ പിടിപ്പിച്ചിട്ട് ഇത് വെന്ത് കഴിയട്ടെ. ഇനി മുരിങ്ങയില വെന്ത് വരുമ്പോഴേക്കും ഒരു 4 അല്ലി വെളുത്തുള്ളി, നമ്മൾ നേരത്തെ പറിച്ച കാന്താരിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. നമുക്കിന്നെ നമ്മളെ മുരിങ്ങയില നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൽ നേരത്തെ ചതച്ച് വെച്ച കാന്താരിയും വെളുത്തുള്ളിയും കുറച്ചും തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഈ ചട്ടി നിറയെ ഉണ്ടായിരുന്നു, കണ്ടില്ലേ? ഇപ്പോൾ എത്രയില്ലോ കുറച്ചേലില്ലോ. അപ്പോൾ അത് നമ്മൾ അതിന് കണ്ടിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഇത് കറി ആകുമ്പോൾ ഉള്ളത് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടേ ഉപ്പിടാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ നന്നായി നമ്മൾ അതിനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മളെ കറി റെഡിയായി. ഇപ്പോൾ കാന്താരിയും വെളുത്തുള്ളിയെല്ലാം ചതച്ചിട്ടതുകൊണ്ട് നമുക്ക് ഇതിന് വേറെ വറുത്തിടുകയൊന്നും വേണ്ട. ഇതിന് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മളെ മുരിങ്ങയില
തോരൻ റെഡി ആയി കഴിഞ്ഞു. എന്താ മണം എന്നറിയാം. കാന്താരിയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ നമ്മളെ മുരിങ്ങയിലക്കറി. അങ്ങനെ നമ്മളെ മുരിങ്ങയിലക്കറി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ എന്താ മണം എന്നറിയാം അതിൻ്റെ പച്ച വെളിച്ചെണ്ണയും കാന്താരിയുടെ എല്ലാം. അപ്പോൾ നമ്മളെ മുരിങ്ങയിലക്കറി എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.